ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ മഴതോരും മുമ്പയുടെ ഇന്നത്തെ ഒരു സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ വൈജയുടെ അമ്മയോട് കാര്യങ്ങളെല്ലാം പറയുകയാണ്. ഏതായാലും അവളോട് നിൽക്കുന്ന സ്ഥലത്ത് ഞാൻ നിൽക്കില്ല, അതെനിക്ക് എന്നെക്കൊണ്ട് സാധിക്കില്ല. അതുകൊണ്ട് അവളെ ഞാനിവിടെ നിന്ന് പുറത്താക്കും, അല്ലെങ്കിൽ ഞാനിവിടെ നിന്ന് ഇറങ്ങിപ്പോകും. ബാലേന്ദ്രൻ്റെ അടുത്ത് ഇതൊക്കെ പറഞ്ഞിട്ട് കാര്യമുണ്ട് വൈജയ് എന്നൊക്കെ അമ്മ ഇപ്പം ചോദിക്കുന്നുണ്ട്. പക്ഷേ അതൊന്നും വൈജയാണെങ്കിൽ ചെവിയിൽ ഉൾക്കൊള്ളാനായിട്ട് തയ്യാറാവുന്നില്ല. അങ്ങനെയും പറഞ്ഞുകൊണ്ട് വൈജ ഭയങ്കരമായിട്ട് കരഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങിപ്പോവാണ്. എന്ത് ചെയ്യണം, തൻ്റെ മകളെ എങ്ങനെ സമാധാനിപ്പിക്കണം, ഇനി അലീനയെ എങ്ങനെ പുറത്ത് വിടണം എന്നൊക്കെ ആലോചിച്ചിട്ട് ഈ അമ്മയ്ക്കും ഒരു എത്തും പിടിയും കിട്ടുന്നില്ല. അങ്ങനെ പിന്നീട് കാണിക്കുന്നത് അലിനയെ കാണിക്കുകയാണ്. അപ്പം അലീനയാണെങ്കിൽ അടുക്കളയിൽ ഓരോ ജോലികളും ചെയ്തുകൊണ്ടിരിക്കുക. ആ സമയത്ത് വൈജ അങ്ങോട്ട് കയറി ചെന്നിട്ട് അലീനയെ രൂക്ഷമായിട്ടൊരു നോട്ടം ഇത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും അലീനയാണെങ്കിൽ നല്ല ചിരിച്ചുകൊണ്ട് നല്ല കൂളായിട്ട് നമ്മുടെ വൈജയോട് പെരുമാറുകയാണ്. എന്താടി നിനക്കൊരു പുച്ഛോ അതൊക്കെ മേഡത്തിന് തോന്നിയതാ മേഡം, ഞാൻ എന്തിനാ മേഡത്തിനോട് പുച്ഛം കാണിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും നിന്നെ ഇവിടെ നിന്ന് ആട്ടി പുറത്താക്കിയതല്ലടി, എന്നിട്ടും നാണമില്ലാതെ നീ വന്നിരിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും മേഡം ഞാനിവിടെ നിന്ന് പോയതാണ്, പക്ഷെ എന്ത് ചെയ്യാനാണ് സാറ് കാരണം. അയ്യടാ ഒരു ചാറ്, നിന്റെ കാര്യം കൊണ്ടല്ലേ നീ പോകുന്നത്, നീ സാറിൻ്റെ കാര്യം കൊണ്ടാണോ പോകുന്നത്? സാറ് പറഞ്ഞാലും നീ എന്താ ഇങ്ങോട്ട് തിരിച്ചു വന്നിരിക്കുന്നത്? ഓ നിന്റെ സാറ് നിനക്കൊരു പട്ടം തന്നല്ലോ, ദത്തുപുത്രി എന്നുള്ളൊരു പട്ടം. പക്ഷെ എൻ്റെ പൊന്നു മോളെ, നീ എന്തൊക്കെ വിചാരിച്ചാലും നിനക്കിവിടെ വാഴാമെന്ന് നീ കരുതണ്ട. എൻ്റെ പൊന്നു മേഡം, എനിക്കിവിടെ ജീവിക്കണമെന്ന് യാതൊരു താല്പര്യമില്ല, പക്ഷേ സാറിനെ ധിക്കരിച്ചുകൊണ്ട് എനിക്കിവിടുന്ന് പോകാനും പറ്റില്ല. മേഡത്തിന് ഇനി ഒരു കാര്യം മാത്രം ചെയ്താൽ മതി മേഡം, മേഡം എന്നെ മകളായിട്ട് അംഗീകരിക്ക്. ഇത് കിട്ടുമ്പോഴേക്കും മകളോ നീയോ? അതെ മേഡം, മേഡം എന്നെ മകളായിട്ട് അംഗീകരിച്ചാൽ എന്താ കുഴപ്പം? എന്നെ ഒന്ന് മോളേന്ന് വിളിച്ചുകൂടെ എന്ന് ചോദിച്ചപ്പോഴേക്കും എടി മകളാകണമെങ്കിലേ ദേ രക്തമാകണം, എൻ്റെ വയറ്റിൽ പിറക്കണം. എനിക്ക് 3 മക്കളുണ്ട്, അവർ മതി, വേറൊരു ദത്തുപുത്രിയെ എനിക്ക് ആവശ്യമില്ല. ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ അലീനയ്ക്ക് ഭയങ്കര സങ്കടം തോന്നുകയാണ്. തൻ്റെ സ്വന്തം അമ്മയാണല്ലോ തന്നോട് ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് ആലോചിച്ച് കഴിഞ്ഞപ്പോഴേക്കും അലീനയ്ക്ക് ഭയങ്കര ടെൻഷനും തോന്നുകയാണ്. അതുകൊണ്ട് നീ ഇവിടെ വാഴാമെന്ന് വിചാരിക്കണ്ട, ഒന്നെങ്കിൽ നീ അല്ലെങ്കിൽ ഞാൻ, നമ്മളിൽ 2 പേരിൽ ഒരാൾ മതി ഇവിടെ എന്ന് പറഞ്ഞുകൊണ്ട് വൈജ അവിടെ നിന്ന് ഇറങ്ങി പോവുകയാണ്. വൈജ എന്തൊക്കെ പറഞ്ഞാലും അലീനയ്ക്ക് ആ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ പറ്റില്ല. തൻ്റെ ബാലേന്ദ്രൻ സാറ് തന്നെ ഒരു മകളായിട്ടാണ് അംഗീകരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സാറിനെ സങ്കടപ്പെടുത്തിയിട്ട് നമ്മുടെ അലീന അവിടെ നിന്ന് ഇറങ്ങി പോകൂല്ല. അങ്ങനെ വൈജ നേരെ കമലയെ വിളിക്കുകയാണ്. കമലയുടെ തിരക്കാണോ? ഞാൻ TV കണ്ടോണ്ടിരിക്കുകയായിരുന്നു. എന്താ വൈജെ? അല്ല ഞാൻ പറയുന്നത് കേൾക്കാനുള്ള ടൈം ഉണ്ടോ എന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും നീ പറ വൈജെ, എന്താ കാര്യം എന്ന് ചോദിച്ചപ്പോഴേക്കും ബാലേന്ദ്രൻ വന്നു. ആഹാ, ബാലേന്ദ്രൻ വന്നോ? അതുകൊള്ളാലോ, അലീന ഉണ്ട് കൂടെ എന്ന് ചോദിച്ചപ്പോഴേ അവളും ഉണ്ട് കൂടെ. ആ എനിക്ക് തോന്നിയായിരുന്നു ബാലേന്ദ്രൻ അലീനയെയും കൂട്ടി വരുവോളെന്ന്. ദേ കമലേട്ടത്തി, എനിക്ക് അവളെ കണ്ടപ്പം മുതൽ ഇങ്ങനെ ചൊറിഞ്ഞു കയറുകയാണ്. എനിക്ക് അവളെ കാണുമ്പോൾ വലിച്ചെറിഞ്ഞ് മുറ്റത്തേക്ക് എറിയാനായിട്ടുള്ള ഒരു അരിശയുണ്ട് എനിക്ക്. എന്നിട്ട് എന്തുകൊണ്ട് വൈജ നീ അത് ചെയ്യുന്നില്ല? ബാലേന്ദ്രൻ എന്നോട് ഇവിടെ വന്ന് എന്താ പറഞ്ഞെന്നറിയാവോ? അലീനൻ്റെ മകളാണ്. മകളോ? ഏതു വകയില് മകള്? എന്തൊക്കെയാ പറയുന്ന വൈജ നീയ? ഒരാഴ്ചയോളം അവള് ബാലേന്ദ്രൻ്റെ ഒപ്പം റിസോർട്ടിൽ കഴിഞ്ഞു. എന്നിട്ട് അവൾക്ക് എന്തെങ്കിലും പുഷ്ടിമ വല്ലതും ഉണ്ടോ എന്ന് ചോദിച്ചപ്പോഴേക്കും എൻ്റെ കമലെടുത്തി അതൊന്നും അല്ല. ഇപ്പോൾ ബാലേന്ദ്രൻ ഇവിടെ എല്ലാവരും വല്ലതും ഒന്ന് പറയാ, ഞാൻ ഇവിടെ ദത്തെടുത്തിരിക്കുകയാണ്, ഇനി മുതൽ ഇവിടുത്തെ സെർവൻ്റ് അല്ല, എൻ്റെ മകളാണ്. ഇനി അങ്ങനെ എല്ലാവരും കാണാൻ പാടുള്ളെന്ന്. ദേ ഇതൊന്നും പറഞ്ഞാൽ വില പോകില്ല എൻ്റെ വൈജേ. ബാലേന്ദ്രൻ അങ്ങനെ പല അടവുകളും പറയും. സ്വന്തം കള്ളത്തരം മറച്ചു വയ്ക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ ഇങ്ങനൊരു നാടകം കളിച്ചുകൊണ്ടിരിക്കുന്നത്. വൈജെ, നീ അതിലൊന്നും വീഴാൻ നിൽക്കരുത്. ഞാനോ? എൻ്റെ സ്വഭാവം അറിയാൻ പാടില്ലേ കമലെടുത്തി? അതുകൊണ്ട് ഞാൻ ഇതിലൊന്നും വീഴാനായിട്ട് പോകുന്നില്ല. അവളെ ഇവിടെ നിന്ന് എങ്ങനെയെങ്കിലും മാട്ടിച്ച് പുറത്താക്കണം തന്നെയാണ് എൻ്റെ ആഗ്രഹം. ഇപ്പോൾ ബാലേന്ദ്രൻ മകളായിട്ട് അംഗീകരിച്ചു കഴിഞ്ഞപ്പോഴേക്കും അവൾക്ക് അഹങ്കാരം കൂടി. ഇപ്പോൾ എൻ്റെ അടുത്തായി മെക്കിട്ട് കയറാൻ വരില്ല. ഓ അവൾ അങ്ങനെയൊക്കെ ചെയ്തോ എന്നൊക്കെ ചോദിക്കുകയാണ്. പിന്നെ അല്ലാതെ എനിക്കേ കാല് ശരിക്കും വന്നൊരവസ്ഥയിലാണ് ഞാൻ നിൽക്കുന്നത് എന്നൊക്കെ നമ്മുടെ വൈജ അവിടെ സംസാരിക്കുകയാണ്. അപ്പോഴാണ് വൈജയ്ക്ക് പെട്ടെന്നൊരു കോള് വരുന്നത്. ഇപ്പോൾ കോള് തന്നപ്പോഴേക്കും കമലയുടെ എനിക്കൊരു കോള് വരുന്നുണ്ട്, ഞാൻ പിന്നെ വിളിക്കാട്ടെന്ന് പറഞ്ഞുകൊണ്ട് ഫോൺ വെക്കുകയാണ്. പക്ഷേ കമല കുറേ തിരികൊളുത്തി വെച്ചിരിക്കുകയാണ്. കാരണം എരുതിയിൽ എണ്ണ ഒഴിക്കുക എന്ന സ്വഭാവമാണ് കമലയ്ക്ക്. അങ്ങനെ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ഈ അലീന കുറച്ച് ഭക്ഷണമൊക്കെ ആയിട്ടല്ലേ കോഫിയൊക്കെ ആയിട്ട് മുത്തശ്ശിയുടെ റൂമിലേക്ക് ചെല്ലുകയാണ്. അലീനയെ കണ്ടപ്പോൾ വലിയ തൃപ്തിയൊന്നുമില്ല ഈ മുത്തശ്ശിക്ക്. മുത്തശ്ശിയുടെ അടുത്ത് പറയുകയാണ്, മുത്തശ്ശി മുത്തശ്ശി കോഫി കുടിച്ചിട്ടേ. അല്ല മുത്തശ്ശി, ഞാൻ പോയിട്ട് മുത്തശ്ശി എണീറ്റ് നടക്കാനൊന്നും ശ്രമിച്ചില്ലേ? അതൊക്കെ ഒരു കണക്കായിരുന്നു.
അല്ല, അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ ശരിയാവുന്നത്? ഹോസ്പിറ്റലിലൊക്കെ പോയി നല്ല രീതിയിൽ ട്രീറ്റ്മെന്റ് ഒക്കെ നടത്തണ്ടേ? എന്നാൽ മാത്രമല്ലേ പെട്ടെന്ന് നടക്കാനായിട്ട് പറ്റുള്ളൂ. ഞാനില്ലെന്ന് വിചാരിച്ച് മുത്തശ്ശിയുടെ കാര്യങ്ങൾ മുടക്കാനായിട്ട് പാടുണ്ടോ എന്ന് ചോദിക്കുമ്പോഴും അലീനെ ഒരു പുച്ഛഭാവത്തിലൂടെ തന്നെയാണ് നമ്മുടെ മുത്തശ്ശി നോക്കുന്നത്. അലീനെ, നീ എന്തിനാ വീണ്ടും കൂടി തിരിച്ചു വന്നത് എന്ന് ചോദിക്കുമ്പോൾ മുത്തശ്ശി, ദേ ബാലേന്ദ്രൻ സാറല്ലേ എന്നെ കൂട്ടിക്കൊണ്ടുവന്നത്. എല്ലാവരും കൂടി എന്നെ ഇവിടെ നിന്ന് അടിച്ചിറക്കി. ഞാനവിടെ നിന്ന് പോവുകയും ചെയ്തു. പക്ഷേ ആരൊക്കെ അടിച്ചിറക്കിയാലും എനിക്ക് നിങ്ങളോട് വിരോധമൊന്നും ഇല്ല എൻ്റെ മുത്തശ്ശി. എനിക്കിവിടെ ആരോടും ഒരു വിരോധമില്ല. എനിക്ക് എല്ലാവരും ഒരേപോലെയാണെന്ന് പറയാം. അല്ല, ബാലേന്ദ്രൻ നിന്നെ മകളായിട്ട് അംഗീകരിച്ചു എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. അതൊരു പട്ടമാണ്. ഈ നമ്മൾ പറയാറില്ലേ, നല്ല കലാപ്രതിഭ അങ്ങനെയൊക്കെ പറയാറില്ലേ, അതേപോലെ എനിക്ക് തന്നിരിക്കുകയാണ് ദത്തെടുക്കൽ പട്ടം. എന്നെ സാറ് ശരിക്കൊരു മകളായിട്ട് തന്നെയാണ് മുത്തശ്ശി അംഗീകരിച്ചിരിക്കുന്നത്. ഇനി എന്തൊക്കെ സംഭവിച്ചാലും എനിക്കിവിടുന്ന് പോകാൻ പറ്റില്ല. നീ എന്തിനാണ് അലീന, നിനക്ക് തീർത്ത് പറയാൻ പാടില്ലായിരുന്നോ എനിക്ക് ഇങ്ങോട്ട് വരാൻ താല്പര്യമില്ല എന്ന്? എൻ്റെ മുത്തശ്ശി, ഞാനല്ല ഇവിടുത്തെ പ്രശ്നം. ഞാൻ ഇവിടുന്ന് പോയാലും കൂടുതൽ പ്രശ്നങ്ങൾ വഷളാകത്തേ ഉള്ളൂ. അതുകൊണ്ട് എനിക്ക് ഇവിടുന്ന് പോകാൻ പറ്റില്ല. മുത്തശ്ശി ഏതായാലും കോഫി കുടിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് മുത്തശ്ശി കോഫി കുടിപ്പിച്ചിട്ട് നമ്മുടെ അലീന നല്ല കൂളായിട്ട് തന്നെ ഇരിക്കുക. ഞാൻ എന്തൊക്കെ പറഞ്ഞാലും താൻ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകില്ല എന്നുള്ളൊരു മട്ടിൽ തന്നെയാണ് നമ്മുടെ അലീനയെ നിൽക്കുന്നത്. അങ്ങനെ നമ്മുടെ മനുവിനെ കാണിക്കുകയാണ്. അപ്പം മനുവാണെങ്കിൽ ഓഫീസിൽ പോയിട്ട് വരുന്ന വഴി ആ സമയത്ത് മനുവിൻ്റെ അനിയത്തി ഒന്ന് കഥവ് തുറക്കുകയാണ്. ഇവിടെ ഉണ്ടായിരുന്നോ? ചേട്ടനില്ലാത്തതിൻ്റെ കുഴപ്പം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ മനുവേട്ടാ. ചില സംഭവങ്ങളൊക്കെ ഉണ്ടായി. മനുവേട്ടൻ അറിഞ്ഞില്ലേ? എന്ത് സംഭവങ്ങൾ? ദേ ബാലേന്ദ്രൻ അങ്കിളും അലീനയും തിരിച്ചെത്തി. ആണോ? കൊള്ളാം. അങ്ങനെ തന്നെ വേണം മോളെ. കാരണം അവർ വീട്ടിലേക്ക് തിരിച്ചെടുത്തണം തന്നെയായിരുന്നു എൻ്റെയും ആഗ്രഹം. ഏതായാലും വന്നല്ലോ. പിന്നെ പറ എന്തൊക്കെയുണ്ട് അവിടുത്തെ വിശേഷങ്ങൾ എന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും അവിടെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ലേടി? പ്രശ്നമൊക്കെ ഉണ്ടായി. പക്ഷേ അങ്കിൾ അവിടെ വലിയൊരു തീരുമാനം പറഞ്ഞു. എന്ത് തീരുമാനം? അതേ, അങ്കിള് അലീന എന്ന് പറഞ്ഞവളില്ലേ, അവളെ അങ്ങോട്ട് ദത്തെടുത്തു അത്രേ. അങ്കിളുടെ മകളാണ് അലീനയെന്ന് വിളിച്ചു പറഞ്ഞു. അങ്കിൾ അങ്ങനെ പറഞ്ഞോ? അത് ശരി. അപ്പം അങ്കിള് രണ്ടും കൽപ്പിച്ച് തന്നെയാണ് ആ വീട്ടിലേക്ക് കയറി ചെന്നത് അല്ലേ? എന്നാലും അങ്കിളുടെ മാസ് എൻട്രി അത് ഭയങ്കരമായിരുന്നു. എന്നിട്ട് വൈജാൻറ്റി ഒന്നും മിണ്ടിയില്ലേടി? പിന്നെ അല്ലാതെ. പക്ഷെ അങ്കിളോടല്ല, എൻ്റെ അമ്മയോടാ ആൻറ്റി പലതും പറഞ്ഞത്. അവളെ ഞാനവിടെ വെച്ച് പൊറുപ്പിക്കില്ല, അവളെ ഞാൻ ഇനിയും അടിച്ചിറക്കും, അങ്ങനെ അവൾ ഈ വീട്ടിൽ താമസിക്കുമെന്ന് കരുതണ്ട എന്നൊക്കെയാണ് എൻ്റെ അമ്മയോട് പറഞ്ഞത്. അതേതായാലും നടക്കില്ല. വൈജാൻറ്റിയോട് എത്ര പറഞ്ഞാലും മനസ്സിലാവില്ല. ഇനി ബാലേന്ദ്രൻ അങ്കിളോട് മത്സരിക്കാൻ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വൈജാൻറ്റി തോറ്റു തുന്നം പാടി പോവുകയുള്ളൂ മോളെ. ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും അല്ലേട്ടെ എനിക്ക് ഇപ്പോഴും മനസ്സിലാവാത്തത്, ഇനി ഈ അലീന ബാലേന്ദ്രൻ അങ്കിളുടെ ശരിക്കും മോള് വല്ലതും ആണോ? പോടി, അങ്ങനെയൊന്നുമില്ല. അല്ലേട്ടൊന്ന് ആലോചിച്ച് നോക്ക്. പിന്നെ എന്തിനാ അങ്കിൾ എപ്പോഴും ഈ അലീനയെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നത്? ഒരു വീട്ടിൽ ജോലിക്ക് വന്ന ഒരാളല്ലേ, പിന്നെന്തിനാ ഇങ്ങനെ സംസാരിക്കുന്നത്? അതാടി മോളെ എനിക്കും മനസ്സിലാവാത്തത്. അതിലെന്തൊക്കെയോ ഒരു പന്തികേടുണ്ടല്ലോ എന്നൊക്കെ മനുവും പറയാം. ഏതായാലും മനുവേട്ടന് സന്തോഷമായി കാണും അലീന തിരിച്ചു വന്നപ്പോൾ. അലീനയെ മനുവേട്ടനാണല്ലോ അവിടെ കൊണ്ട് ഏൽപ്പിച്ചത് അല്ലേ? എന്നാലും അവളൊരു മുതല് തന്നെ. ഒന്ന് പോടി. അലീന ഒരു പാവമാണ്, ഒരു പാവ പെൺകുട്ടി. അതിനെ എല്ലാവരും കൂടി അടിച്ചിറക്കുന്നു. അതെന്ത് തെറ്റ് ചെയ്തിട്ടാ? വൈജാൻറ്റി ആണല്ലോ അവിടെ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. അവൾ അവളുടെ ജോലി നോക്കി എവിടെയെങ്കിലും അടങ്ങി കൂടിയിരുന്നോളൂലായിരുന്നോ? പിന്നെ എന്തിനാണ് അവളെ ശല്യപ്പെടുത്താനായിട്ട് പോകുന്നത്? അതുകൊണ്ടല്ലേ ഇത്രയും പ്രശ്നങ്ങൾ സംഭവിച്ചത്. എന്തായാലും വരുന്നിടത്ത് വെച്ച് തന്നെ കാണാം. ഇനി എന്തൊക്കെയാ സംഭവിക്കാൻ പോകുന്നതെന്ന് ആർക്കറിയാം എന്നും പറയാം. അങ്ങനെ പിന്നീട് നമ്മുടെ അലീന രാവിലെ എണീറ്റ് മുറ്റമടിക്കുക. ആ സമയത്ത് പത്രം കണ്ടുകഴിഞ്ഞ് പത്രം എടുത്ത് വായിച്ചൊക്കെ നോക്കി അവിടെ വെക്കുക. അപ്പോഴാണ് നമ്മുടെ കൃഷ്ണമോള് വരുന്നത്. അപ്പോൾ കൃഷ്ണമോള് വന്നു കഴിഞ്ഞപ്പോഴേക്കും ചേച്ചി ഞാൻ അടിക്കാം. എന്ത്? നീ മുറ്റം അടിക്കണ്ട, പഠിക്കാനുള്ളത് പോയി പഠിക്കാൻ നോക്ക്. മുറ്റം അടിക്കാൻ വേണ്ടി വന്നിരിക്കുന്നു. അതെന്താ ഞാൻ മുറ്റം അടിച്ചാൽ? ഞാൻ മുറ്റം അടിച്ചാൽ കുഴപ്പമില്ല, ചേച്ചി പോയി ചായ ഉണ്ടാക്കാൻ നോക്ക് എന്ന് പറയുകയാണ്. അങ്ങനെ നമ്മുടെ കൃഷ്ണമോളാണെങ്കിൽ ചൂലൊക്കെ മേടിച്ചിങ്ങനെ മുറ്റം അടിക്കാം. ആ സമയത്ത് അതെ, അച്ഛൻ ഏതായാലും ചേച്ചിയെ മകളായിട്ട് അംഗീകരിച്ചു കഴിഞ്ഞു അല്ലേ? ഇപ്പോൾ സ്വന്തം മോളാണ് അലീന എന്നൊക്കെയാണ് പറയുന്നത്. ആണോ? അങ്ങനെ പറഞ്ഞു സാറ്? പിന്നെ അല്ലാതെ, ഞാനും ചേച്ചി അതേപോലെയാണ് കാണുന്നത്. എങ്ങനെ? എൻ്റെ സ്വന്തം ചേച്ചിയായിട്ട്
അതെന്താ അങ്ങനെ കാണാനുള്ള കാരണം? അച്ഛൻ പറഞ്ഞു അച്ഛൻ്റെ മകളല്ലേ അലീന, അതുകൊണ്ട് സ്വന്തം ചേച്ചിയായിട്ട് കാണണമെന്ന് പറഞ്ഞു. ഓ അങ്ങനെയാണല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവർ ഭയങ്കര സന്തോഷത്തോടെ അങ്ങനെ അലീന നേരെ നമ്മുടെ ബാലേന്ദ്രൻ്റെ റൂമിലേക്ക് ചെല്ലുക. ഇങ്ങനെ ചായ കൊടുക്കുകയാണ്. ചായ കൊടുത്തു കഴിഞ്ഞപ്പോഴേക്കും ആഹാ വന്നല്ലോ എന്നൊക്കെ പറഞ്ഞ് ഇതേ 80 ഡിഗ്രി സെൽഷ്യസിൽ നല്ല ചൂടുള്ള ചായയാണേ, നല്ല ഊതി ഊതി കുടിക്കണം. ആണോ 80 ഡിഗ്രിയുള്ള ചായയാണോ എന്ന് പറഞ്ഞുകൊണ്ട് അലീനയുടെ ചെവി കയറിങ്ങനെ പിടിക്കുക. അതെ അലീന, ഞാൻ അലീനയുടെ അച്ഛനായിട്ട് ഇപ്പോൾ അവതരിച്ചിരിക്കുകയാണല്ലോ. എന്നെ എന്താണ് അലീനയുടെ മനസ്സിൽ എന്ന് ചോദിക്കുമ്പോൾ എൻ്റെ മനസ്സിലൊന്നും തോന്നുന്നില്ല സാറേ. അതെന്താ? ഞാൻ നിന്നെ മകളായിട്ട് അംഗീകരിച്ചില്ലേ, അപ്പോൾ നിനക്കൊരു അച്ഛനെ കിട്ടിയില്ലേ, അപ്പോൾ പിന്നെ എങ്ങനെയാ നിന്റെ മനസ്സിലൊന്നും തോന്നില്ല എന്ന് പറഞ്ഞത്? എൻ്റെ സാറേ, ഞാൻ ഈ വീട്ടിലേക്ക് വന്ന് കയറുമ്പോൾ തന്നെ ഞാൻ സാറിനെ അച്ഛനായിട്ട് തന്നെയാണ് കരുതിയിരിക്കുന്നത്. ആ നോട്ടവും ആ ചിരിയും ആ നടത്തവും എൻ്റെ അച്ഛൻ്റെ എല്ലാ ഗുണങ്ങളും ഉണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ അലീന ഇങ്ങനെ പറയാം. പക്ഷേ എൻ്റെ മനസ്സിൽ ആഗ്രഹം ഉണ്ടായിരുന്നു സാറേ, ദേ ഈ വീട്ടിൽ സാറിൻ്റെ മകളായിട്ട് ഞാൻ ജനിച്ചാൽ മതിയായിരുന്നു. ആ ഒരു ആഗ്രഹം എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. ആ ആഗ്രഹം ഇപ്പോഴും നിന്റെ മനസ്സിലുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല സാറേ, കാരണം ഇപ്പൊ സാറിൻ്റെ യഥാർത്ഥ മകൾ തന്നെയല്ല ഞാൻ എന്ന് അലീനയും പറയാം. അപ്പൊ അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ റിവ്യൂ ഇവിടെ അവസാനിച്ചിരിക്കുന്നത്. അടുത്ത റിവ്യൂവിനെ കാത്തിരിക്കുക. സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചു. നമസ്കാരം. താങ്ക് യു. ബൈ.